ഇന്നിവിടെ നല്ല പുളിയുള്ള ചെറിയ എരുന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചട്ടിയിലേക്ക് എരുന്ത് മുഴുവൻ കഴുകി വൃത്തിയാക്കി ഇട്ടതിന് ശേഷം അതിലേക്കൊരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടെ ചേർത്ത് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തതിന് ശേഷം തേങ്ങ അരച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്കുള്ള എരിവ് നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അളവൊന്നും ഞാൻ പറയുന്നില്ല. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കുള്ള എല്ലാ ചേരുവകളും ചേർത്തതിന് ശേഷം മാത്രം കേട്ടോ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ ഷെല്ല് ഓപ്പൺ ആവുമ്പോൾ ഒരു ബബിൾസ് വരുന്ന കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. കുറച്ച് സമയം മൂടി വെച്ചപ്പോൾ തന്നെ എനിക്കൊരു ടെൻഡൻസി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം തിള പൊട്ടി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നവരെ അത് വേവിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൽ എല്ലാ ഷെല്ലും ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതിൽ ചില ഷെല്ലുകളൊക്കെ ഓപ്പൺ ആവാതിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഏതെങ്കിലും ഓപ്പൺ ആവാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് നമ്മൾ വീണ്ടും തിളപ്പിച്ച് അതൊക്കെ ഓപ്പൺ ആക്കി എടുക്കണം. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ എല്ലാ ഷെല്ലുകളും ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിന് താഴെ ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട വറവിന് വേണ്ട കാര്യങ്ങൾ സെറ്റാക്കാം കേട്ടോ. അതിനായിട്ടൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചപ്പം ചീഞ്ചട്ടിയിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോയില്ലായിരുന്നു. അപ്പോൾ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. വെള്ളമൊക്കെ വറ്റി വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുകിനൊന്നും പണ്ടത്തെ അത്ര പൊട്ടിത്തെറി ഇല്ലെന്നൊക്കെ ഏട്ടൻ ബാക്കിൽ നിന്ന് കമൻറ്റൊക്കെ പറയുന്നുണ്ട്. കടുകിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എരുന്ത് കറി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.